സോപാന സംഗീതം ഈ ക്ഷേത്രങ്ങളൊന്നും വിളിക്കാൻ പോകുന്നില്ല, ഇനി അവൻ ബാങ്ക് വിളിക്കാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ രണ്ടിനും അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല. സോപാന സംഗീതം പാടണ്ടെന്ന് പറയാനുള്ള അധികാരമില്ല, ബാങ്ക് വിളിക്കേണ്ട സ്ഥലത്ത് ബാങ്ക് വിളിക്കാനുള്ള അനുവാദം തരാനുള്ള റൈറ്റും അദ്ദേഹത്തിനില്ല. അതൊരു പൊട്ടൻ. കെ എം ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ മതം എനിക്ക് പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്, അവിടെയാണ് പ്രശ്നം. ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഞാൻ മാപ്പിളപ്പാട്ട് പാടാൻ ശ്രമിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ അഭിമാനകരമായ അസ്തിത്വം അതല്ല, അവർക്ക് അഭിമാനകരമായിരിക്കുന്ന ക്ഷേത്ര സംവിധാനത്തിൽ. ഇപ്പോൾ അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല കയറി ചെയ്ത് തമ്മാടിത്തരം ഞാൻ ചെയ്യാറില്ല. ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജപവും പ്രാർത്ഥനയും ഒന്നും മുടക്കരുത്. തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണോ അതുപോലെ ഇവർ ഇരിക്കുക എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അസ്തിത്വം നിങ്ങൾ അല്ല, അതാ പറഞ്ഞത്. അതിനുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ BJP കിട്ടില്ല. മുസ്ലിം ലീഗിന് ഇനി ചെയ്യാനുള്ളത് സാഹോദര്യം എന്നുള്ള സാധനം മുസ്ലിം ലീഗ് എത്രയോ കാലമായിട്ട് പ്രവർത്തിച്ച് തെളിയിച്ചൊരു സാധനമാണ്. അതിനുവേണ്ടി ഇനിയിപ്പോൾ ഞെരള തരുവന്തിൻ്റെ സാന്നിധ്യമോ കുറേ ഹിന്ദുക്കൾ ഇതിൽ വന്നിട്ട് മതേതരത്തിന് തെളിയിക്കേണ്ട ഗതികേടൊന്നും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് ഇനി ഇടപെടേണ്ടത് സാംസ്കാരിക മേഖലയിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടത്. അതായത് മാപ്പിളാർ അതിന് മാത്രമേ പറ്റുള്ളൂ. മാപ്പിളാർ കലാമണ്ഡലത്തിൽ സെക്രട്ടറി ആയി എന്താ കുഴപ്പം എന്നുള്ളതൊരു ചോദ്യം മുസ്ലിമായിട്ടല്ല ചോദിക്കേണ്ടത്. അത് UDF വരുന്ന സമയത്ത് ഇതാക്കേണ്ട. ലീഗ് അങ്ങനെ ആളുകൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് അസംതൃപ്തരായ ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന ആൾക്കാർ, പൈസ കൊടുക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന ആൾക്കാരൊന്നല്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലോ സംഘടനയിലോ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനിലോ മെമ്പറായിട്ടില്ല. എൻ്റെ ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സംഘടനയിലോ മെമ്പറായത് ഔദ്യോഗികമായിട്ട് ലീഗിലാണ്. എന്നു മുതലാണ് ഈ സഖാക്കളുടെ ശത്രുവായിട്ട് ഞെരളത്ത് ഹരിഗോവിന്ദൻ മാറുന്നത്. നീതിക്കു വേണ്ടി നാം പാടണം, ശക്തമാം കൈകൾ നീട്ടി നാം നൽകണം, മനുജ സാധ്യങ്ങളെന്നും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. പ്രിയപ്പെട്ടവരെ, നല്ല വർത്തമാനങ്ങളുടെ നേരം സാഗർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന സോപാന സംഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകനാണ്. സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്ന് കേരളം വിശേഷിപ്പിച്ച ഞെരളത്ത് രാമപൊതുവാളിൻ്റെ മകനാണ്. പ്രിയപ്പെട്ട ഞെരളത്ത് ഹരിഗോവിന്ദൻ, സ്വാഗതം. നമസ്കാരം. നമ്മളിങ്ങനെ ഇരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട്. അതായത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ട് ഞാൻ മുസ്ലിം ലീഗിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വർഷമായി. അന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ മാത്രമേ ആ പോസ്റ്റ് ഓർമ്മിക്കുന്നുള്ളൂ. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞെട്ടലില്ലാത്തത്. ഇല്ല, ഞാൻ ഞെട്ടിയിട്ടില്ല. നിങ്ങൾ മുസ്ലിം ലീഗിൽ ചേരുന്നു എന്ന് നമ്മളന്ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോഴും ഞാനതൊരു തമാശയായിട്ടാണ് അന്ന് എടുത്തത്. പക്ഷേ അത് സീരിയസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് വിളിച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ട് കുറേ ആയി. പക്ഷേ ഈ അടുത്ത് മുസ്ലിം ലീഗിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ ഇരുത്തൊന്ന് വൈകിപ്പോയത്. എന്തായാലും സന്തോഷമുണ്ട്. എന്താണ് മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തതിന് ശേഷമുള്ളൊരു ജീവിതത്തിൻ്റെ അവസ്ഥ? 12 പരിപാടികളുണ്ടായിരുന്നു ഏപ്രിൽ 22-ാം തീയതിക്കകം. അപ്പോൾ എനിക്കൊരു പരിപാടിക്ക് പോയാൽ വലിയ കുഴപ്പമില്ലാത്ത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന ഒരു സോപാനഗായകൻ ഞാനാണെന്നാണ് എല്ലാവരുടെയും ആരോപണം. ആ നിലയ്ക്ക് എനിക്ക് പൈസ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് മറ്റ് ദുഷ്ചെലവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്ന പൈസയ്ക്ക് ധാരാളം ചിലവ്, മറ്റ് സത്ചെലവുകൾ കുറേ ഉണ്ട്. അമ്മ മാത്രമേ ഇപ്പോൾ ഇല്ലാത്തുള്ളൂ. അമ്മയ്ക്കുള്ള ചിലവ് മാത്രമേ ഇല്ലാണ്ടായിട്ടുള്ളൂ. ബാക്കി ഒരുപാട് പകരം വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് പരിപാടികൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതെ. അല്ല, എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പഠിക്കണ കാലത്തെ വീട്ടിലെ ദാരിദ്ര്യം, കഷ്ടപ്പാടും കാരണം പട്ടാമ്പിക്കുടൽ ഡിഗ്രിക്ക് പഠിക്കണ കാലത്ത് മദ്രാസിലേക്ക് നാടുവിട്ട് ഹോട്ടലിൽ പ്ലേറ്റ് കഴുകണ പണിക്ക് പോയിട്ടുണ്ട്. ആ ജോലി ഇന്ന് അതിനേക്കാൾ അഭിമാനകരമായി ഡിഷ് വാഷർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലും മറ്റേ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മലേഷ്യയിലൊക്കെ പോയാൽ ഒരു മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് ഇന്നും. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് പോയാൽ കോഴിക്കോട് മാളിൽ പോയി നിന്നാൽ പൈസ കിട്ടും. അതുകൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെട്ട പരിപാടികൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രവും അല്ലാത്തതുമുണ്ട്. ഞാൻ പൊതുവെ ഒരു ക്ഷേത്രത്തിലെ ആചാരപ്പാട്ടുകാരനല്ല. അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ നടയിൽ പാടുന്നതാണ് സോപാന സംഗീതത്തിലെ ആചാരബദ്ധമായ സംഗതി, റിച്വൽ. പക്ഷെ ഞാൻ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായി സ്റ്റേജിൽ 2 മണിക്കൂർ പാടുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തമസ്കരണം അല്ലെങ്കിൽ തിരസ്കരണം ഉണ്ടായത് സോപാനത്തു നിന്നാണെങ്കിൽ
ഇപ്പോൾ സ്റ്റേജുകളിൽ നിന്നും കൂടി തിരസ്കരണം ഉണ്ടായിരുന്നേ ഉള്ളൂ. അച്ഛനും ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ആളാണ്. അച്ഛൻ ദാരിദ്ര്യം, കഷ്ടപ്പാട്, അവഹേളനം കാരണം ആ ക്ഷേത്രനട വിട്ടു പോകുന്നതാണ്. അതെ, ക്ഷേത്രത്തിൽ നിന്ന് സോപാന സംഗീതത്തെ മോചിപ്പിച്ചു. അച്ഛൻ ക്ഷേത്ര സോപാനത്തിൽ നിന്ന് മതിലിൻ്റെ പുറത്തേക്ക് എത്തിച്ചു, ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്തുള്ള സ്റ്റേജിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ കാട്ടിലും വീട്ടിലും റോഡിലൊക്കെ പിന്നെ പാടാൻ തുടങ്ങി. ഞാനതിനെ തോന്നിയിടത്തൊക്കെ ഞാനൊരു തോന്നിയാസിയായിട്ടാണ് പിന്നെ അതുകൊണ്ട് നടന്നത്. അതുകൊണ്ട് അച്ഛനാണെങ്കിലും എന്നോടാണെങ്കിലും ഈ തിരസ്കരണം ഒരു പുരസ്കരണമായിട്ട് അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ചാണ് ആവേശഭരിതനായിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-12 പരിപാടി ഒറ്റയടിക്ക് ക്യാൻസലാക്കി. അതും ഞാനൊരു എന്താ പറയുക പുരസ്കാരമായിട്ടാണ് കരുതുന്നത്, തിരസ്കാരമായിട്ടല്ല. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ BJP നേതാവ് അങ്ങയോട് പറഞ്ഞത് ലീഗിൽ ചേർന്നപ്പോൾ ഇനി ബാങ്ക് വിളിക്കാൻ പോയിക്കോട്ടെ എന്നാണ്. സോപാന സംഗീതം ഇനി ക്ഷേത്രങ്ങളൊന്നും വിളിക്കാൻ പോകുന്നില്ല, ഇനി അവൻ ബാങ്ക് വിളിക്കാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ രണ്ടിനും അദ്ദേഹത്തിന് റൈറ്റ് ഇല്ല. സോപാന സംഗീതം പാടണ്ടെന്ന് പറയാനുള്ള അധികാരമില്ല, ബാങ്ക് വിളിക്കേണ്ട സ്ഥലത്ത് ബാങ്ക് വിളിക്കാനുള്ള അനുവാദം തരാനുള്ള റൈറ്റും അദ്ദേഹത്തിനില്ല. അതൊരു പൊട്ടന്നത്. ഞാൻ നേരത്തെ ബാങ്ക് വിളിക്കാറുണ്ടെന്നുള്ളത് അയാൾക്ക് അറിയില്ല. അയാൾക്ക് ഞാനും അറിയില്ല, അഷ്ടപതി അറിയില്ല, സോപാന സംഗീതം അറിയില്ല, ഇടയ്ക്ക് അറിയില്ല, ഒന്നും അറിയാത്ത ഒരാളല്ല. അയാളോടൊക്കെ മറുപടി എന്തിനാ? നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതല്ലേ. ഈ ഗായത്രി മന്ത്രം ചൊല്ലിയിട്ടാണ് മുസ്ലിം ലീഗിലേക്ക് പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു കേട്ടു. അന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് നിത്യേന 108 ഇന്നിപ്പോൾ ഞാൻ ഗായത്രി മന്ത്രം എൻ്റെ ജപമാലയാണത്, അല്ലാണ്ട് ഇതൊരു ഷോ പീസ് അല്ല. അപ്പോൾ നിത്യേന ഗായത്രി മന്ത്രം ജപിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട്. എനിക്കത് മാത്രമേ ഉള്ളൂ ഉപാസന. ഞാൻ പണ്ടേ പറയാറുണ്ട്, ഞാൻ ക്ഷേത്രവിശ്വാസിയല്ല, ഈശ്വരവിശ്വാസിയാണ്. എൻ്റെ സ്വധർമ്മത്തിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗല്ല, ഏതിൽ പോയാലും എൻ്റെ സ്വധർമ്മത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ സോപാന സംഗീതം പിന്നെ ചൊല്ലുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കാലത്ത് പോലും ചിലപ്പോൾ ഇത് കേൾക്കാൻ ഭാഗ്യമില്ലാത്തവരുണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഈ സോപാന സംഗീതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എൻ്റെ പാട്ട് എന്താ പറയുക, പാൽപ്പായസം നായ നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ആളുകൾ ഇന്ന് വരെയും ഇതിൻ്റെ പാൽപ്പായസം അനുഭവിച്ചിട്ടില്ല. കേരളത്തിൻ്റെ യഥാർത്ഥ ക്ഷേത്രകലകളൊന്നും തന്നെ ഇന്ന് ആ സംസ്കാരത്തെക്കുറിച്ച് ഊറ്റം കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവനോ കമൻ്റ് ഇടുന്നവനോ ആ യഥാർത്ഥ സാഹചര്യത്തിൽ പോയി കണ്ട് ആസ്വദിച്ചവരല്ല. ഈ എന്താ പറയുക, ശശികല ടീച്ചർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെ, ഇവിടുത്തെ സംഘപരിവാർ, BJP നേതൃത്വം, ഇവരാരും തന്നെ സോപാന സംഗീതം ഇവർ മനോഹരമായിട്ട് കേട്ട് ഏത് അമ്പലത്തിൽ പോയിട്ടാണ് കേട്ടിട്ടുള്ളത് ഈ സോപാന നടയിൽ? ഞാനും അച്ഛനും പണിയെടുത്തതിന് ശേഷം സ്റ്റേജിലും TV-യിലൊക്കെ വന്നപ്പോൾ ബാക്കി കുറേ ആൾക്കാർ ഇതിലേക്ക് വന്നു. അവർ യൂട്യൂബിൽ വ്യാപകമായി യൂട്യൂബിൽ കേട്ട പാട്ടാണ് ഇവരിപ്പോഴും പറയണത്. അത് ഞങ്ങളുണ്ടാക്കിയതാണ്. ഈ ഞെരളത്ത് ഹരിഗോവിന്ദൻ നന്നായി കവിത എഴുതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കവിതകൾ നന്നായിട്ട് എഴുതുമെന്നറിയില്ല, ചില സന്ദർഭങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കും. അതിലെനിക്ക് ഒരു കൗതുകമായിട്ട് തോന്നിയത് ഇപ്പോൾ വന്ദേ മാതരം, ദൈവദശകം, അതിൻ്റെ ഞാൻ എഴുതിയതല്ല, അല്ല വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധ കൃതികളെ നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ റീക്രിയേറ്റ് ചെയ്തല്ലോ. അതെ അതെ, ദൈവദശകം അതുപോലെ തന്നെ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റമദാൻ ഗീതം എന്ന പേരിലൊരു സംഗതി കൂടി. അതെന്തായിരുന്നു? അതേക്കുറിച്ച് അറിയാൻ കൗതുകം. അതായത് ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് വന്ദേമാതരം ആലപിക്കാൻ വേണ്ടി ചിദാനന്ദപുരി സ്വാമിജി എന്നെ വിളിക്കുന്നതോടുകൂടിയാണ്, ഒരു സന്യാസി സംഗമത്തിൽ എന്നെ വിളിക്കുന്നതോടുകൂടിയാണ് ഇടത് ഹാൻഡിലുകൾക്ക് ഞാൻ വിരുദ്ധനാവുന്നത്. അവിടെ ചിദാനന്ദപുരി സ്വാമിജിയോട് എനിക്കൊരു ബഹുമാനമുള്ള എന്താ വെച്ചാൽ, ഞാൻ ഇടത് വേദികൾ സ്ഥിരമായിട്ട് പോകുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ഒരാളാണ്. ആ ഒരു ഹൃദയവിശാലത അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ തുടരാതിരിക്കുന്നത്. അപ്പോൾ അതേപോലെ പ്രസിദ്ധമായ കൃതികൾ പലതും ഉണ്ട്. പക്ഷേ സോപാന സംഗീതത്തിൽ പാടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാപ്പിളപ്പാട്ട്, ഞാനിപ്പോൾ ഒരു സോക്കാൾഡ് മാപ്പിളപ്പാട്ട് ഞാൻ ഇടയ്ക്കൊട്ടി പാടുന്നതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാഫുമല കണ്ട പൂങ്കാറ്റ് എന്നുള്ള പാട്ട് നിങ്ങൾക്ക് ചെണ്ടയുടെ കൂടെ പാടാം, ഇടയ്ക്കയുടെ കൂടെ പാടാം. കാരണം ഇറ്റ് ഈസ് ആൻ എക്സിസ്റ്റിംഗ് പോപ്പുലർ മുസ്ലിം സോങ്. അതിന് പകരം ഞാനെന്ത് വിചാരിച്ചു, ഇങ്ങനത്തെ ഒരു ഗാനം വേണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു റമളാൻ മാസത്തിൻ്റെ പ്രാധാന്യത്തെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു പാട്ട്. ലൈലത്തുൽ ഖദറിൻ്റെ മാസം റംളാൻ, റസൂലിൻ്റെ പാവന പുണ്യം റംളാൻ, വിശ്വമഹാ മാനവർക്കു സുധാരസം വർഷിക്കുമീ പുണ്യമാസം റംളാൻ. ജയ ജയ പുണ്യ മഹാമാസമേ, ജയ ജയ പുണ്യ മഹാമാസമേ, ദിവ്യം അനവദ്യമനുഭൂതിയായുണരൂ.
ഇത് മുഴുവനായിട്ട് ഞാനും മാത്രമല്ല, അനിൽ മങ്കട എന്ന് പറയുന്ന മങ്കടയുള്ള എൻ്റെ കൂടെ നോബൽ സ്കൂൾ മഞ്ചേരിയിൽ ജോലി ചെയ്തിരുന്ന മലയാളം മാഷ് പെട്ടെന്ന് ഒരു ചാനലിൻ്റെ തക്കുവ എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാൻ പറ്റുമോ, ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ട് അവനെ എഴുതി ഞാനൊന്ന് മയപ്പെടുത്തി പാട്ടിലേക്കാക്കി. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. ഈ കേരളത്തിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നമ്മൾ സംഘപരിവാറിൻ്റെ പ്രൊപ്പഗണ്ട ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ കുംഭമേള പോലെയുള്ള സംഗതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ പിന്നെ ഭയങ്കര പ്രകോപനം ഉണ്ടാക്കുക. കുംഭമേള എന്താ മലപ്പുറത്ത് നടത്തിക്കൂടെ, മലപ്പുറം ആരുടെയും വാപ്പാൻ്റെ സ്വത്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ സന്യാസിമാരിൽ നിന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു വൈരുദ്ധ്യം അത് ഞാൻ സഞ്ചരിച്ചൊരു വഴിയാണിത്. അതായത് ഞാൻ ഇടതുപക്ഷ വേദികൾ സ്ഥിരമായി പോകുന്നു. ചിദാനന്ദപുരി സ്വാമിജിയുടെ ക്ഷണപ്രകാരം ആ സ്നേഹം കിട്ടിയതോടുകൂടി പിന്നെ കുറേ സംഘികൾ എന്നെ വിളിക്കുന്നു. അദ്ദേഹം ചെയ്ത മാന്യതയെന്ന് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ അവരുടെ കൊള്ളരുതായ്കകളെ വീണ്ടും വിമർശിക്കുകയോ മാറി നിൽക്കാനോ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഞാൻ കുംഭമേളയിൽ പാടാൻ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ അപമാനിക്കുന്ന രീതിയിൽ തൊട്ടപ്പുറത്ത് വലിയ ഉച്ചത്തിൽ പാട്ടൊക്കെ, ഒരു കലാകാരനെന്നും മാനിക്കാനുള്ള വലിപ്പമൊന്നും സംഘപരിവാറിനായിട്ടില്ല. അവർക്ക് ഒരു സിനിമാ നടി, സിനിമാ നടൻ, പിന്നെ ഇത്തിരി ധനികർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കപട സന്യാസിമാർ. എനിക്ക് തോന്നുന്നത് ചിദാനന്ദപുരി സ്വാമിജിയെ പോലത്തെ ഉള്ള സാത്വികന്മാരായിട്ടുള്ള സന്യാസിമാരെ പോലും അദ്ദേഹം താരതമ്യേന വളരെ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ആളാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരാൾ. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനും അദ്ദേഹം ആത്മവിമർശനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ സാത്വികൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരൊന്നും ഉൾക്കൊള്ളാനൊന്നും സംഘപരിവാർ വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ ആ വഴിയിൽ പെട്ടുപോയ ഒരാളാണ്. ഈ സംഘപരിവാർ വേദികളിൽ നിങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പുകളിലോ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം സജീവമായാൽ ഈ പറയുന്ന സാഗർ ഷെരീഫും അറിയാതെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായി പോകും. അങ്ങനെ ഒരു വിഷം കുത്തിവെക്കുന്ന രീതിയിൽ, കടുത്ത രീതിയിൽ, ഇത് ഏതിൻ്റെയും തീവ്രത എന്ന് പറയുന്നത് എന്താണ്, ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ കുംഭമേളയിൽ വന്നിട്ട് ഈ തോന്നിവാസം പറയുക, ഈ തോന്നിവാസം പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ വന്നിരിക്കുന്ന ലക്ഷ്യത്തിൽ കോൺഫിഡൻസ് ഇല്ല. അതായത് അവരുടെ സ്വധർമ്മത്തിൽ കോൺഫിഡൻസ് ഇല്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരെയും മത്സരിക്കാനല്ല. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിക്കാനോ മറ്റ് സമുദായക്കാരെ വേണ്ടാത്തത് പറയാനോ അല്ല. ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൽ വന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയാനാണ്. അത് ചെയ്താൽ പോരെ ഞാൻ. അതിന് പകരം പൂർണ്ണമായും മറ്റുള്ളവരെല്ലാം മോശക്കാരാണ്, മറ്റുള്ളവർ കാരണമാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, എനിക്കിതുവരെ ലീഗ് പോകാൻ പറ്റാത്തത് സംഘപരിവാർ കാരണമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ ഒരു കൊള്ളരുതായികല്ലേ. അപ്പോൾ കുംഭമേള എന്ന് പറയുന്നൊരു സാധനം തന്നെ ഇല്ല. ഇവിടെ മഹാമാഘം എന്ന് പറയുന്നതാണ്. കുംഭമേള ഇവിടെ സാധ്യമല്ല. അത് വടക്കേന്ത്യയിലെ 4 സ്ഥലത്ത് അതന്നെ ഭയങ്കര തമാശയാണ്. ഈ അമൃത് മോഷ്ടിച്ചുകൊണ്ട് പോണ സമയത്ത് ഗരുഡൻ ഈ സാധനം, അതായത് ദേവന്മാരും അസുരന്മാരെ കൊണ്ട് ഭയങ്കര സങ്കടമാണത്. അസുരന്മാരെ കൊണ്ട് ഇത് മുഴുവൻ കടയിപ്പിച്ചതിന് ശേഷം ദേവന്മാർ തട്ടിയെടുക്കാൻ നോക്കണതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഗരുഡൻ ഇത് എയർലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 3-4 സ്ഥലത്ത് തുളുമ്പിപ്പോയ സ്ഥലമാണ്. 4 സ്ഥലമാണ് ഈ കുംഭമേള നടക്കുന്നത്. ആ ഗംഗാ സാന്നിധ്യം അവിടെ ഉണ്ടാവും, അതിൻ്റെ അമൃത സാന്നിധ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ കേരളത്തിൽ മാനവസേവാ ഉന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വോട്ട് നേടാനോ അല്ലെങ്കിൽ സാമൂഹ്യമായ അംഗീകാരം നേടാനോ കഴിയുകയില്ല എന്ന് സംഘപരിവാറും BJP ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തുന്ന ചില ഷോർട്ട് കട്ടുകളുടെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് നമ്മൾ കണ്ടത്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ബഹുസ്വരത അത്രത്തോളം നടക്കില്ലല്ലോ. കാരണം വെച്ചാൽ ഇവിടുത്തെ അതിനെ തോൽപ്പിച്ചത് ആരാ? ഇവിടുത്തെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊണ്ട് അതിനെ തോൽപ്പിച്ചത് തിരുനാവായിലെ ഇസ്ലാമിക സഹോദരങ്ങളാണ്. അവസാനം അത് മറ്റൊരാൾക്ക് പറയേണ്ടി വന്നു. മഹാമണ്ഡലേശ്വർ പറഞ്ഞു അവിടെ ഇസ്ലാം മത വിശ്വാസികളാണ്. അവസാനം ഞങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ സേവാഭാരതിക്കാർക്ക് സർവത്തും മോരുവെള്ളം കൊണ്ടുവന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി. എങ്ങനെ സാധിക്കും? കാരണം വെച്ചാൽ നോർത്ത് ഇന്ത്യക്കാർ എന്താ പറയുക, ബുദ്ധിയെ സംബന്ധിച്ച് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണ്. വിചാരമേ ഇല്ലാതെ വികാരം മാത്രമുള്ള ആൾക്കാരാണ്. അത് ഇവിടെ സാധിക്കില്ല. കാരണം കേരളം എന്തൊക്കെ പറഞ്ഞാലും ആരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടായാലും ശരി കുറച്ച് വിജിലൻ്റ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. നടക്കാൻ പാടില്ല അവിടെ. അത് ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലക്കുള്ള മാറ്റം. പരിഷ്കൃത സമൂഹം എന്ന് മാത്രമല്ല, അവനവൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളാവട്ടെ ക്രിസ്തുമത വിശ്വാസികളാവട്ടെ, ഇവർ 2 കൂട്ടരും അവരുടെ സ്വധർമ്മ പ്രചാരണത്തിലും സ്വധർമ്മ അനുഷ്ഠാനത്തിലുമാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റത് പരമത വിദ്വേഷത്തിൽ ഈ 2 കൂട്ടരെയും നമുക്ക് കാണാൻ പറ്റില്ല. അത് അടിവരയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ വീണ്ടും സത്യമാർഗത്തിലേക്ക് എത്തണം. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുക. അതായത് സ്വധർമ്മത്തിലൊരു വിശ്വാസം വേണം. ഇപ്പൊ KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വധർമ്മമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ മതം എനിക്ക് പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് വർഗീയതയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത്, അവിടെയാണ് പ്രശ്നം. അല്ല, അവർക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകൾ, ഇവരെ ഇപ്പം ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് ആളുകൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് കൊട്ടാനും പാടാനും സാംസ്കാരിക പ്രവർത്തനം നടത്താൻ ഏറ്റവും പറ്റിയ സ്ഥലത്താണല്ലോ നീ പോയി പെട്ടിരിക്കുന്നത്, നിനക്ക് ഇനി വെറും ബാങ്ക് വിളിച്ച് നടക്കണം, സുന്നത്ത് കഴിക്കണം, പൊന്നാനി പോകണം. ഇത്ര വങ്കന്മാരാണ്. ഇതിൻ്റെ സ്ഥാപക നേതാക്കളിൽ പെട്ടിട്ടുള്ള CH ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നടത്തിയിട്ടുള്ള, ഞാൻ പറയില്ല, എന്താ പറയുക, വഴിയമ്പലം പോലുള്ള നാടകങ്ങൾ, അക്കാലത്ത് ഇബ്രാഹിം വേങ്ങരെ പോലുള്ള നടന്മാരെ വെച്ച് ആ കാലത്ത് ആലോചിക്കണം. ഇസ്ലാമിക സമൂഹം ഒരു നിലയ്ക്കും വളർന്നിട്ടില്ലാത്തൊരു, ഇബ്രാഹിം വേങ്ങര ഈ അടുത്ത കാലത്ത് അത് സംവിധാനം ചെയ്തു. അതെ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിന് പ്രചോദനമായല്ലോ, വീണ്ടും വേണം തോന്നിയല്ലോ. അദ്ദേഹം ആധുനിക കാലത്തുള്ള ആളായിട്ട് പോലും. അപ്പോൾ അക്കാലത്ത് നാടകം രചിച്ച് അത് ഈ സമൂഹത്തിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞ CH. പിന്നെ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ സ്വന്തം മുതൽ മുഴുവൻ സഹോദരങ്ങളുടെ വീടും പറമ്പും വരെ വിറ്റിട്ട് ഫറൂഖ് കോളേജ് സ്ഥാപനം മാത്രമല്ല അനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെട്ട KM സീതി സാഹിബ്. പലരും ഈ സീതി സാഹിബ് മുസ്ലിം ലീഗിലെ സാംസ്കാരിക പ്രവർത്തനം പറയുമ്പോൾ നമ്മൾ മഹാകവി ടി ഉബൈദ്, പുലിക്കോട്ടിൽ ഹൈദർ, ഇഷ്ടം പോലെ സ്ഥാപക നേതാക്കൾ തന്നെ, സ്ഥാപക നേതാക്കൾ തുടങ്ങി. ഞാൻ ഇടയ്ക്കുള്ള മുഴുവൻ ലിസ്റ്റ് പറഞ്ഞ സമയം കളണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതാണല്ലോ അവരുടെ പേരുകൾ. അപ്പോൾ അത്തരം ആളുകളുടെ അവസാനം എത്തി നിൽക്കുന്ന എവിടെയാണ്? സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ സുജയ പാർവതി ചെറിയ പെരുന്നാളിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പാട്ട് പാടി കൊടുക്കുന്നത്. ഇവർ സംഗീത ഹറാമെന്ന് പറയുന്ന ആൾക്കാരെ കൂട്ടത്തിലൂടെ നീ പോയിട്ടെന്ന് വെച്ചിട്ട് എന്നെ തെറി വിളിക്കുകയാണ്. ഈ പൊട്ടനത് മനസ്സിലാവണ്ടേ? സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗീതത്തിനെതിരാണോ? എത്ര പ്രഗത്ഭരായ സംഗീതജ്ഞർ, കർണാടക സംഗീതം പാടുന്ന എത്രയോ ഇസ്ലാം മത വിശ്വാസികൾ, മാപ്പിളപ്പാട്ട് ഒരു പാട്ടും പഠിക്കാതെ മാപ്പിളപ്പാട്ട് പാടുന്ന മുസ്ലിം കുട്ടികൾ, പാട്ടിൽ ഗസലിൻ്റെ ഉസ്താദുമാർ, ഉമ്പായി പോലത്തെ ഇഷ്ടംപോലെ മനുഷ്യർ. പിന്നെ മലപ്പുറത്തുള്ള ഷഹബാസ് അമൻ ആരാണ്? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് പാട്ട് പാടിച്ച ആളാണ് അദ്ദേഹം. എത്ര മനോഹരമായ സിനിമാ പാട്ടാണ് പാടിയിട്ടുള്ളത്. മമ്മൂട്ടി. അങ്ങനെ അഭിനയത്തിലാവട്ടെ, നാടകത്തിലാവട്ടെ, എഴുത്തിൽ പറയണ്ട, UA ഖാദർ മുതൽ എത്ര ആൾക്കാർ ഈ എഴുത്തിൻ്റെ കാര്യം. അപ്പോൾ ഇവർക്ക് സാംസ്കാരിക പ്രവർത്തനം ഇല്ല എന്നാണ് പറയുക. എന്നിട്ട് ഇതൊരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, പിന്നെ അങ്ങനെ ആക്ഷേപിക്കുന്ന എല്ലാവരും സംഖ്യകളല്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. അതിലെ സഖാക്കളെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അതെന്താണെന്നറിയോ? അതായത് സഖാക്കൾക്ക് വേറെ കുഴപ്പമുള്ളത്, അവർക്ക് തനിക്കാക്കി വടക്കാക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരെ ഇഷ്ടമല്ലല്ലോ പൊതുവെ. അതൊന്നും കൂടുതൽ പറഞ്ഞു. അപ്പോൾ പാവം വേടനെ അവരെന്താ ചെയ്തത്? എന്ത് രസമുള്ളൊരു ഒരു ഫയറുള്ള രസം എന്ന് പറഞ്ഞാൽ പാട്ടിനെ സർക്കാരിന് വേണ്ടി പാടി, അവസാനം സർക്കാരിനെ സ്തുതിച്ച് പാടേണ്ടി വന്നു. ഇപ്പം എന്നോട് അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് സ്തുതിച്ചൊരു പാട്ട് പാടണം എന്ന് എൻ്റെ സംഘത്തിലുള്ള ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാടില്ല, ഞാൻ വേണമെങ്കിൽ അവിടുത്തെ വള്ളിക്കൂടലിനെ കുറിച്ച് പാടാം. അതാണ് എൻ്റെ ഒരു നിലപാട്. അങ്ങനെ ചില നിലപാടുകളുണ്ട്. പിന്നെ നാളെ ഇപ്പം നിങ്ങൾ എന്നോട് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് സ്തുതിച്ചൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വത്തിലാണ് വിശ്വസിക്കുന്നത്. വ്യക്തികളൊക്കെ മരിച്ചു പോകും. അപ്പോൾ അവരെ സ്തുതിക്കലല്ലോ, അത് അനിസ്ലാമികവുമാണല്ലോ. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ എല്ലായിടത്തും ഇത് യുണീക്കാണ്. ഈ രാജഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി ഏതോ രാജാവിനെ കുറിച്ച് പാട്ട് പാടാൻ ത്യാഗരാജനോടോ പുരന്ദരദാസരോടോ പറഞ്ഞ പറ്റില്ല എന്ന് പറഞ്ഞ കഥയുണ്ട്. എന്നതുപോലെ വേടനെ കൊണ്ട് അവരെ ചെയ്യിച്ചു. ആ കുട്ടിയുടെ എല്ലാ ഫയറും പൊളിറ്റിക്സ് ഇല്ലാണ്ടായി, എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു, ഒറ്റയടിക്ക് റദ്ദ് ചെയ്യപ്പെട്ടു. വേടനെ പിന്തുണച്ചവരെല്ലാം തന്നെ വിഡ്ഢികളായി. കാരണം ദളിത് മുന്നോക്ക പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരുപാട് ചിന്തകരും ഭയങ്കര ബുദ്ധിശാലികളായിട്ടുള്ള ആളുകൾ വേടനെ നല്ലപോലെ പിന്തുണച്ചിരുന്നു. എന്നു മുതലാണ് ഈ സഖാക്കളുടെ ശത്രുവായിട്ട് ഞരളത്ത് ഹരിഗോവിന്ദൻ മാറുന്നത്? അവർ സത്യത്തിൽ എല്ലാവരും പറയുന്നത് പോലെ സഖാക്കളെ തന്നെ വളർത്തിയെന്ന് അവർ പറയും. അമ്പലങ്ങളിൽ പാടാൻ വിളിച്ചിട്ട് അവർ തന്ന പൈസയും കൊണ്ടാണ് ഞാൻ ജീവിക്കണമെന്ന് പറയും. വാസ്തവത്തിൽ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓരോ മനുഷ്യരും സ്വന്തമായിട്ടൊരു ഫയർ ഉണ്ടാവില്ല. ഇപ്പോൾ വേടനെ SFIയുടെ സ്റ്റേജിൽ കൂടെ വന്നതല്ലല്ലോ. വേടനൊരു ഫയറുള്ള ആളെന്ന് മനസ്സിലാകുമ്പോൾ അവനങ്ങോട്ട് കൂടെ പിടിക്കുന്നു, ഇങ്ങോട്ട് അടിക്കുന്നു. അപ്പോൾ അതേപോലെ എന്നെയും കൂടെ കൂട്ടി. അങ്ങനെ നമ്മൾ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോഴേക്കും കൊതറി മാറും. ഈ കൊതറി മാറലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ മാറി പോകുന്നത്. ഈ കൊതറി മാറുന്നത് എപ്പോഴാണ്? ഞാൻ ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ വളരെ രൂക്ഷമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഷേധ പ്രകടനത്തിൽ വടകരയിൽ ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് മാതൃഭൂമിയിലൊക്കെ കവിത ചൊല്ലി. അത് ഓഫ് കോഴ്സ് ഞാൻ എഴുതി പാടിയ സന്ദർഭം. കൊന്നു തീർക്കാൻ ശരീരം തരാമെടോ, ഒന്നു തീർത്താലൊരായിരം പിന്നെയും കുന്നു തള്ളുവാനാവില്ലൊരിക്കലും കല്ലുപോലുറപ്പാർന്നൊരാത്മാവിനെ. ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ വധത്തിന് ശേഷം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇരിക്കുന്ന കേരളത്തിലെ വളരെ പ്രമുഖനായൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ സ്റ്റേജിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സഖാവേ
എനിക്കിവിടെ ഇരിക്കുന്നതിൽ വലിയ അസ്വസ്ഥത ഉണ്ട്. പാർട്ടി പരിപാടിയല്ല, സർക്കാരിൻ്റെ എന്തോ ബന്ധപ്പെട്ട പരിപാടിയാണ്. എന്നാലും എനിക്ക് നിങ്ങളെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത കാണാൻ, നിങ്ങളെല്ലാവരും ഈ TPയുടെ വധത്തിൽ അത് അയാൾ വേറൊരു പെണ്ണ് കേസായിട്ട് ബന്ധപ്പെട്ട് ഈ വൃത്തികെട്ടവൻ എന്നോട് പറഞ്ഞു. ഞാൻ അത്രയും ബഹുമാനിക്കുന്ന ഒരു സഖാവ്, എനിക്ക് ആ പേര് പറയുന്നത് പോലും മടിയുണ്ട്. കാരണം അയാളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അത്. അങ്ങനെ ഒരു മനുഷ്യരെക്കുറിച്ച് അപവാദം പറയും. എൻ്റെ നാട്ടിൽ എന്നെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവരെ ചോദ്യം ചെയ്യുന്നവരെ, അവരെ TPയുടെ ഭാര്യ പോലും അങ്ങനത്തെ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. രമചേച്ചിയൊക്കെ എത്ര പ്യുവറാണ്. അത് ആരായി പറഞ്ഞത് നിങ്ങൾക്കറിയാം? ഈ പറഞ്ഞ മനുഷ്യൻ ഈ രമചേച്ചിയുടെ കൂടെ SFIയിൽ ഇരുന്ന ആളാണ്. കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ അത്യുന്നത പദവിയിൽ ഇരിക്കേണ്ട ഒരാളാണ് എന്നോട് ഈ പറയണത്. ഈ ഇടക്കാലത്ത് നിങ്ങൾ സംഘപരിവാർ വേദികൾ പോയിരുന്നു? അങ്ങനൊരു അല്ല, സംഘപരിവാറായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും എൻ്റെ പാട്ടും എൻ്റെ സമീപനങ്ങളും ഇഷ്ടമുള്ളവർ എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ഞാൻ മാപ്പിളപ്പാട്ട് പാടാൻ ശ്രമിക്കാറില്ല. അതെന്തുകൊണ്ടാണ്? അവരുടെ അഭിമാനകരമായ അസ്തിത്വം അതല്ല. അവർക്ക് അഭിമാനകരമായിരിക്കുന്ന ക്ഷേത്ര സംവിധാനത്തിൽ ഇപ്പോൾ അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ശബരിമല കയറി ചെയ്ത് തമ്മാടിത്തരം ഞാൻ ചെയ്യാറില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യും, നാടൻ പാട്ടും മാപ്പിളപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം കാണിക്കും. ഇതൊന്നും ഞാൻ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പോയി ചെയ്യാറില്ല. കാരണം എന്താണ്? ക്ഷേത്രത്തിൻ്റെ അവരുദ്ദേശിക്കുന്ന ഒരു സാങ്ക്ടിറ്റിയും കാര്യങ്ങളുണ്ട്. എനിക്ക് പറ്റില്ലെങ്കിൽ ഞാനവിടെ പോവാതിരിക്കണം. അപ്പോൾ ശബരിമലയിൽ പോയിട്ട് ഈ യുവതികളെ കയറ്റിയിട്ട് ഒരുപാട് ആളുകളുടെ എന്താ പറയുക, ആചാരമോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനെ ഹനിക്കല്ല ഇവർ വേണ്ടത്. അതിന് പകരം ഇവരെന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇവർ സ്വന്തമായിട്ട് മറ്റൊരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവരും കയറണമായിരുന്നു. എന്നിട്ട് ശബരിമലയെ അപ്രസക്തമാക്കണമായിരുന്നു. ഞാനതാ ചെയ്തത്. എല്ലാവർക്കും ക്ഷേത്ര നടയിൽ പോയിട്ട് സോപാന സംഗീതം പാടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം ഉണ്ടാക്കി. അവിടെ ജൗഷൽ ബാബു എന്ന് പറയുന്ന മുസ്ലിം പയ്യനെ കൊണ്ട് ആദ്യം പാടിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ സമദാനി സാഹിബിനെ കൊണ്ട് ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ടൊരു പെൺകുട്ടിയെ കൊണ്ട് പാടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറിൽ പ്രതിഷ്ഠയായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം, കേരളത്തിലെ ലോകത്തിലെ വാദ്യം വിഗ്രഹസ്ഥാനത്തിരിക്കുന്ന ലോകത്തിലെ വൺ ആൻഡ് ഓൺലി സ്ഥാപിച്ചത് ഞാനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആർക്കും ഒരു വില ഉണ്ടാവില്ല. ഞാനൊന്ന് തട്ടിപ്പോയ ഉടനെ തന്നെ അവിടെ ഭണ്ണാരം മറ്റേ കൊട്ടുമുളിയൊക്കെ ആയിട്ട് ആൾക്കാർ വരും. ഈ നമ്മുടെ ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെയൊക്കെ വരും. ചിലപ്പോൾ അതിനെ പൊളിച്ച് കളയാം അതിൻ്റെ മുമ്പേ. അല്ല, ഇന്ന് എതിർക്കുന്ന അതേ സഖാക്കളോ സംഘികളോ അന്ന് വന്നിട്ടത് അവരുടെ പൂജാകേന്ദ്രമാക്കി മാറ്റും. BJP സ്ഥാനാർത്ഥിയായിട്ടൊരു ക്ഷണം കിട്ടിയിരുന്നു അതിൻ്റെ ഇടയിൽ. അത് ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളത് കേൾപ്പിക്കാൻ പറ്റും. അതായത് വേണ്ട, പറഞ്ഞാൽ മതി. പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ചു. ഞാനന്ന് അഹല്യയിൽ ജോലി ചെയ്യുന്ന കാലം. അപ്പോൾ ഡോക്ടർ R.V.K. വർമ്മ എന്ന് പറയുന്ന എൻ്റെ സീനിയർ അവിടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ട് തള്ളി. ഞാൻ പറഞ്ഞു, നാരായണ, ഞാൻ അങ്ങനെ പദ്ധതിയില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ര വലിയ ഓഫർ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവ് നേരിട്ട് എന്നെ വിളിച്ചിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ചിരിച്ചു തള്ളിയ ഞാൻ ലീഗിൽ വന്നത് അധികാരത്തിനും പൈസയ്ക്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിഹാസ്യത ആലോചിച്ച് നോക്കി. അന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അന്ന് അതിലേക്കല്ലേ പോവുക. കാരണം തോറ്റാലും പന്തീരായിരാണ്, BJPയിൽ നിന്ന് തോറ്റാലും പന്തീരായിരാണ്. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം പുള്ളി എന്നോട് സൗഹാർദ്ദമായി വിളിച്ചതാണല്ലോ. തോറ്റാലും പന്തീരായിരാണ്. ഒരു കാൻഡിഡേറ്റിന് എത്ര വെച്ചാണ്? തീർച്ചയായും പോട്ടെ. ഈ മുസ്ലിം ലീഗ് ചേരുമ്പോൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അതാണ്. അതായത് ലീഗിൽ ചേരണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിച്ചിരുന്നോ കാര്യമായിട്ട്? ഞാനൊരു 12 വർഷത്തോളമായിട്ട് ഞാൻ സത്യത്തിൽ ACV ന്യൂസിൻ്റെ റിപ്പോർട്ടറായിട്ട് മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലങ്ങളിൽ ഞാൻ അടുത്തറിഞ്ഞിട്ടുള്ള ഏറ്റവും തമ്മിൽ ശുദ്ധിയുള്ള ഒരു പാർട്ടി പ്രവർത്തകർ ലീഗുകാരാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, മാനവസേവാ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, മതേതരമായി മതത്തിന് അതീതമായി ആളുകളെ പരിഗണിക്കുന്ന ഒരു കാര്യം ഒരു ഭാഗത്ത്, അവരുടെ ഈദ്ഗാഹുകൾ, അവരുടെ റിലീഫ് വിതരണങ്ങൾ, അവരുടെ റംലാൻ കിറ്റ് വിതരണങ്ങൾ, അവിടെയൊക്കെ അവർ കാണിക്കുന്ന സൂക്ഷ്മത, അതായത് ഏതെങ്കിലും പ്രത്യേക ജാതിക്കോ മതത്തിനോ അല്ല. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരുടെ മറ്റൊരു പാർട്ടിക്കാരെക്കുറിച്ചോ മറ്റൊരു മതവിശ്വാസികളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ അധിക്ഷേപിച്ചു കൊണ്ട് സംസാരിക്കുന്നതിനുള്ള അവരുടെ ഭയം, അവരുടെ കരുതൽ, ഇതെല്ലാം ഞാൻ വളരെ തീക്ഷ്ണമായ എന്താ പറയുക നിരീക്ഷണമുള്ള പ്രായമാണത്. വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയ കാലത്താണ്. അപ്പോൾ അന്നേ ഞാൻ ഇതുമായിട്ട് വളരെ അടുത്തുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് വന്നിട്ട് RSSലെ പ്രവർത്തകർ, രക്ഷാബന്ധൻ രാഖി കെട്ടിയിട്ടുള്ള ആളുകൾ വരെ വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ പരിഹരിച്ച് അപ്പോഴേക്ക് 1 മണിക്കൂർ കൊണ്ട് പരിഹരിച്ച് കൊടുക്കുന്ന രംഗങ്ങൾ, അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ ഇത് മുസ്ലിങ്ങളുടെ മാത്രം. ഇന്നിപ്പോൾ എന്നോട് പറയുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരും മാറി ചിന്തിക്കും. ഉറപ്പാണ്. ഞാൻ മുസ്ലിം ലീഗിൽ ചേർന്നതിന് ശേഷം 7 ഹൈന്ദവ കുടുംബാംഗങ്ങൾ ലീഗിൽ ചേർന്നിട്ടുണ്ട്. അതിൽ പലരും പ്രമുഖരാണ്.
അതുകൊണ്ട് തന്നെ ഇത് വെറും മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല എന്ന തോന്നലുണ്ടാകുന്നുള്ള അനുഭവങ്ങൾ ജില്ലാ പഞ്ചായത്ത് വന്നിട്ട് ബന്ധപ്പെട്ട് അന്ന് അഡ്വക്കേറ്റ് ഉമ്മർ സാറായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പെരുമാറ്റം ഇന്നും ആ സാത്വികത അദ്ദേഹം വിട്ടിട്ടില്ല. എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ ചില തോന്നിയാസികളും തെമ്മാടികളൊക്കെ ലീഗിലുണ്ടാവും. അത് ലീഗ് എല്ലാ കുറ്റങ്ങളും തീർന്നൊരു പാർട്ടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിപ്പോൾ ലീഗിൽ മാത്രമല്ലല്ലോ, എല്ലാ വിശ്വാസത്തിലും സോപാന സംഗീതക്കാരുടെ ഇടയിലില്ലേ, ഈ നിങ്ങളെപ്പോലത്തെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലില്ലേ. ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ് അങ്ങ് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് സംഘപരിവാറുണ്ട്, മറുഭാഗത്ത് CPM വളരെ കൃത്യമായിട്ട് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള അതായത് വളരെ കൃത്യമായിട്ട് ഇസ്ലാമോഫോബിക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന ഒരു കോൺഗ്രസ്സുകാരൻ വരെ അത് അനുഭവിച്ചുകൊണ്ട്. ഷാഫി എൻ്റെ അനുജനെ പോലുള്ള ഒരാളാണ്. ഷാഫിയുടെ എന്താ പറയുക കുടുംബാംഗം എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് അക്ബർ എന്ന് പറയും, മണ്ണാർക്കാട് ഫേമസ് ബേക്കറി നടത്തുന്നത്. ഷാഫീനൊക്കെ ഞാൻ പൊതുവേദിയിലും അല്ലാതെയും കണ്ട്, ഞാൻ പട്ടാമ്പി കോളേജിൽ പഠിക്കുമ്പോൾ ഷാഫി എൻ്റെ ജൂനിയറാണ്. അങ്ങനെ നേരിൽ കണ്ട് ശീലമുണ്ട്. ആ കുട്ടിക്ക് എന്തൊരു തെളിമയുള്ള ചെറുപ്പക്കാരനെന്നറിയോ. കോൺഗ്രസിനകത്ത് എന്നുള്ള പേരാണ് പ്രശ്നം. അല്ല, ഇന്ന് കോൺഗ്രസിനകത്ത് തന്നെ PC വിഷ്ണുനാഥാണ് ഷാഫിനെ കണ്ടെത്തുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കോൺഗ്രസിനകത്ത് പോലും ഷാഫിയുടെ ആ ഒരു പരിശുദ്ധിയുള്ള ചെറുപ്പക്കാർ ഒരുപാടൊന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഷാഫിയാണ് മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നത്. ആ ഒരു സാധനം സൂക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഷാഫി എന്ത് വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എൻ്റെ കണ്ണ് നനയുന്നുണ്ട് പറയുമ്പോൾ അയാളെക്കുറിച്ച് തോന്നിയാസം പറയുന്നൊന്നും സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും ഒരു മാന്യതയുള്ള പൊളിറ്റിക്സ് അല്ല, മാന്യതയുള്ള ജീവിതമേ അല്ല. ഇവരുടെയൊക്കെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനവൻ്റെ ധർമ്മത്തിൽ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, ഒരു സംഘപരിവാറുകാരന് സനാതന ധർമ്മത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? മറ്റുള്ളവരെ തെറി വിളിക്കുക, അധിക്ഷേപിക്കുക, അവഹേളിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക. അത് കാലങ്ങളായിട്ട് ശത്രുവിനെ നേരിടാൻ നിലവാരം കുറഞ്ഞ സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന CPM വലിയൊരു അപകടത്തിലേക്ക് പോവാണെന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ല, CPM അപകടത്തിൽപ്പെട്ടിട്ട് 25 കൊല്ലമായി. ഈ മുസ്ലിം ലീഗുകാർ എന്നുള്ളത്, ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ മുസ്ലിം ലീഗുകാരായി. തീർച്ചയായിട്ടും ആ നിലക്ക് ഇപ്പോൾ കേരളം എല്ലാ കാലത്തും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭൂമിയാണ്. സാഹോദര്യത്തിൻ്റെ ഒരു സന്ദേശമാണ് എല്ലാവരും കൊടുക്കാറുള്ളത്. അപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇവിടെ സാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ളത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗിനെ BJPക്കാർ പറയുന്നതിനേക്കാൾ ഭീകരമായിട്ട് CPMകാർ എന്ത് ചെയ്യാണ്? മുസ്ലിം ലീഗിന് ഇനി ചെയ്യാനുള്ളത് സാഹോദര്യം എന്നുള്ള സാധനം മുസ്ലിം ലീഗ് എത്രയോ കാലമായിട്ട് പ്രവർത്തിച്ച് തെളിയിച്ചൊരു സാധനമാണ്. അതിനുവേണ്ടി ഇനിയിപ്പോൾ ഞെരളത്തരിവന്തൻ്റെ സാന്നിധ്യമോ കുറേ ഹിന്ദുക്കൾ ഇതിൽ വന്നിട്ട് മതേതരത്വം തെളിയിക്കേണ്ട ഗതികേടൊന്നും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് ഇനി ഇടപെടേണ്ടത് സാംസ്കാരിക മേഖലയിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് KN ഖാദർ സാറിനെ ഒരു UDF ഗവൺമെൻറ് വരുമ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആക്കിക്കൂടാ? എൻ്റെ ഒരു എളിയ ഒരു ആഗ്രഹമല്ല ഞാൻ പറയണത്, എളിയ നിർദ്ദേശമാണ് ഞാൻ പറയണത്, ആഗ്രഹം പോലും അല്ല. ലീഗുകാർക്ക് അതായത് ലീഗുകാർക്ക് അക്കാദമി പറ്റില്ല. ഇപ്പോൾ കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ലീഗുകാരൻ വന്നാൽ എന്താണ് കുഴപ്പം? അവർക്ക് മാപ്പിളക്കലാ അക്കാദമിയുടെ മാത്രം എന്താ പറയുക ഭാരവാഹിത്തെ കൊടുക്കാവൂ. അത് LDF ഭരിച്ചാലും നേരത്തെ പറഞ്ഞ ഒരു സംഗതിയുടെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ സാഗർ ഷെരീഫ്, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാഗർ ഷെരീഫ് മാധ്യമ പ്രവർത്തനത്തിൽ എത്ര കാലമായി? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചലച്ചിത്രം അല്ലെങ്കിൽ ഈ വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സ്ഥാനത്ത് UDF വരണ സമയത്ത് എന്തുകൊണ്ടാണ് UDFൻ്റെ ചിന്ത വരുമ്പോൾ ആ ലീഗിൽ ഇങ്ങനെ ഒരു നല്ലൊരു പ്രവർത്തകനുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് ഇത് സ്ഥാനം കൊടുക്കാം? അവിടെ കുറേ പ്രമാണിമാർ സ്ഥിരം ഈ വിജയത്തിനോ രാഷ്ട്രീയ വിജയത്തിനോ തെരഞ്ഞെടുപ്പ് വിജയത്തിനോ വേണ്ടി യാതൊരു കോൺട്രിബ്യൂഷനും നൽകാതെ ഇരുന്ന കുറേ ആൾക്കാർ കാണാം. UDF ഇലക്ഷനിൽ വിജയിച്ച് കഴിയുമ്പോൾ ഇത്തരം സാംസ്കാരിക രംഗത്തൊക്കെ കയറി കൂടുന്നത് കാണാം. ഇത് കേൾക്കുന്ന ഒരു വിരോധം വിചാരിക്കരുത്. ലീഗ് വളരെ ശക്തമായി വളരെ ബോധപൂർവം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം കൂടി ഞാൻ പറയാം. ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്നൊരു സ്ഥാപനം, അവിടെ കേരളീയമായ കലകളുടെ മണ്ഡലമാണ് അത് കേരളത്തിൻ്റെ പൊതു ഖജനാവിൻ്റെ പണം ഉപയോഗിച്ച് നടക്കുന്നൊരു സ്ഥാപനമാണ്. അവിടെ കഥകളി എന്താ പറയുക കൂടിയാട്ടമോ മറ്റേ മോഹിനിയാട്ടമോ ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ആ തൊട്ടടുത്തൊരു കളരിയിൽ എന്താ ഒപ്പന പഠിപ്പിക്കാത്തത്? എന്താ അവിടെ കോൽക്കളി പഠിപ്പിക്കാത്തത്? അപ്പോൾ ഒപ്പന കളിക്കുന്ന കുട്ടികളോട് മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ പോയി ചോദിച്ചിട്ട് പിന്നീട് അവിടെ പരിപാടി ഞാനവിടെ SFI ആയിട്ട് ബന്ധപ്പെട്ടൊരു പയ്യന്മാർ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് അവിടെ യൂണിയനുള്ള കാലത്ത് തന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തേണ്ടത് സാംസ്കാരിക രംഗത്താണ്. ഇപ്പോൾ KM സീതി സാഹിബ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൾച്ചറൽ ആക്ടിവിറ്റി.
കൊട്ടലും പാടലും മാത്രമല്ല സാംസ്കാരിക ഇടപെടൽ, പക്ഷേ കൊട്ടലും പാടലും ആടലും വരയ്ക്കലും ശില്പനിർമ്മിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഫണ്ട് ഇവിടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്, വലിയൊരു സംവിധാനം ചെലവഴിക്കപ്പെടുന്നത്. അവിടെ ലീഗ് പോലെയുള്ള ഒരു അസ്പൃശ്യമായ രീതിയിൽ പറയാതെ ലീഗിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലീഗുകാർ അവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ അപകടങ്ങളുണ്ട്. എന്നുവെച്ചാൽ ലീഗുകാർ സ്വയം വിചാരിക്കുന്നുണ്ട് പലരും സാംസ്കാരിക രംഗത്ത് നമ്മളത്ര പോരാ എന്നൊരു വിചാരമുണ്ട്. പക്ഷേ എത്ര സമൃദ്ധമായ പാരമ്പര്യമാണ് ഈ ലീഗിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ലീഗിൻ്റെ അനുഭാവികളായിട്ട് നിൽക്കുന്നവരായിട്ടുള്ള ആളുകൾ. ആ സമൃദ്ധിയെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒപ്പന എന്താ പറയുക, ഏതെങ്കിലും നിലയ്ക്ക് റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ മാത്രം കൊണ്ടേ കളിക്കേണ്ട ഒരു സാധനമല്ല. ഇവിടെ ശക്തമായ ഒരു ഇസ്ലാമിക നൃത്തരൂപമുണ്ട് ഒപ്പന എന്നത് ഡൽഹിയിലെ അക്കാദമിയിൽ അറിയണം. അവിടുത്തെ അക്കാദമിയിലെ ജീവനക്കാർ ഇന്ന് വരെ ഒപ്പന എന്ന് പറഞ്ഞൊരു സാധനം ഏതെങ്കിലും ഒരു ഫോമിലോ അല്ലെങ്കിൽ ഒരു ലെറ്ററിലോ ഇടേണ്ടി വന്നിട്ടില്ല. എന്നാൽ കഥകളി 24 മണിക്കൂറുണ്ട്. കഥകളിക്ക് എല്ലാ പ്രോത്സാഹനം, കഥകളി ഉണ്ടായിട്ട് ആകെ 10-600 കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോബിയയുടെ ഭാഗം തന്നെയാണ്. ഫോബിയ മാത്രമല്ല, ഫോബിയ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലീഗ് ബോധപൂർവ്വം അതിൽ ഇടപെട്ടിട്ടില്ല. അത് വളരെ അത്യാവശ്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കിട്ടേണ്ടുന്ന കുറേ സാമ്പത്തിക സഹായങ്ങൾ കലാപരമായ രംഗത്ത്, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ അവർ അനുഭവിക്കേണ്ടുന്ന സഹവർത്തിത്വം. ഇപ്പോൾ ഒരു കോൽക്കളി പഠിക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികളോ അല്ലെങ്കിൽ ഹിന്ദു കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ കലാമണ്ഡലത്തിൽ കോൽക്കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കളരിയിലുണ്ടെങ്കിൽ അവർ തൊട്ടടുത്തുള്ള കഥകളിക്കാരനായിട്ട് നല്ലൊരു സഹവാസം സാധ്യമാണ്, നല്ലൊരു ഇൻ്ററാക്ഷൻ സാധ്യമാണ്. അതിലൂടെ അവരെന്ത് മനസ്സിലാക്കും? കഥകളിക്കുള്ള മഹത്വം കോൽക്കളിക്കുമുണ്ട്. മറ്റത് കഥകളിക്കാരൻ വിചാരിക്കുകയാണ് ഞാൻ തന്നെ കഥകളി, എന്നിട്ട് എന്താ കാര്യം? സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും കൂടെ ചെറുതുരുത്തി അങ്ങാടിയിൽ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഗോപിൻ്റെ ഒപ്പം പോയിട്ട് ആരെങ്കിലും സെൽഫി എടുക്കുമോ? അപ്പോഴും സിനിമാ നടനെ ബലം കിട്ടുന്നുള്ളൂ. കഥകളിക്ക് 100 ചില്ലാൻ രാജ്യങ്ങളിൽ പോയ ആളാണ് കലാമണ്ഡലം ഗോപി. എന്ന് ഇത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോഴും സംഘാട അക്കാദമിയിൽ കഥകളി മോഹിനിയായിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോക്ക് കലകൾക്കും ഇതേ അനുഭവം ഉണ്ടായി. ദളിതരുടെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കലാരൂപങ്ങളെ കലാമണ്ഡലം പോലെയോ സംഗീത നാടക അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ഒറ്റ പുറത്താക്കലാണ്. ഈ പുറത്താക്കിയത് മുസ്ലിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, സമുദായത്തിനും മനസ്സിലായിട്ടില്ല, ലീഗും ശ്രദ്ധിച്ചിട്ടില്ല. അത്തരം ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ കുട്ടികൾക്കും ഇതൊക്കെ അർഹതപ്പെട്ടതാണ്. അവർ ഈ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ മാത്രമാണ് അവിടെ അധികാരികളാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഒരു അരികുവൽക്കരണമാണ്. അതായത് മാപ്പിളാർ അതിന് മാത്രമേ പറ്റുള്ളൂ. മാപ്പിളാർ കലാമണ്ഡലത്തിൽ സെക്രട്ടറി ആയി എന്താ കുഴപ്പം എന്നുള്ളതൊരു ചോദ്യം മുസ്ലിമായിട്ടല്ല ചോദിക്കേണ്ടത്. അത് UDF വരുന്ന സമയത്ത് UDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട. ഇപ്പോൾ അവിടെ സെക്രട്ടറി ഇല്ല, അപ്പോൾ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മറ്റു വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വരെ മുസ്ലിങ്ങൾ വരുന്നതിനെ പിന്നെ മാറ്റി നിർത്താണ്. പിന്നെ അത് ഫോബിയ മാത്രമല്ല, അത് ഇനി ശക്തമായിട്ടുള്ള ബോധപൂർവ്വം. കാരണം ഞാൻ പറയാം, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലം വരുമ്പോഴത്തേക്കും ഇവിടെ സുനിത വില്യംസ് വരുമ്പോൾ രവി DC എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്തുമത വിശ്വാസമുള്ള എന്നാൽ എല്ലാവരോടും ഇടപഴകുന്ന വലിയൊരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ ആൾ വളരെ സ്നേഹപൂർവ്വം കുഞ്ഞാലിക്കുടി സാഹിബിനെയും വാണക്കാട് തങ്ങളെയും വിളിച്ചിട്ട് സുനിത വില്യംസുമായിട്ട് ഒരു ഡയലോഗിനുള്ള അവസരം ഉണ്ടാക്കി. ഇവിടെ ഈ എന്താ പറയുക, മുന്നും പിന്നും വലിപ്പമുള്ള പെണ്ണുങ്ങളെ പിന്നാലെ ക്യാമറയും തൂക്കി നടക്കണം. എത്ര എണ്ണം സുനിത വില്യംസ് വരുമ്പോൾ അവിടെ പോയി. അതിനുള്ള ബോധമുണ്ടായിട്ട് അത്രമാത്രം വളർന്നിട്ടില്ല. കുംഭമേളയിൽ അതായിരുന്നു ഈ പറഞ്ഞ സിനിമാ നടികളുടെ മാത്രമേ ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. സാത്വികരായിട്ടുള്ള എത്രയോ കലാകാരന്മാരവിടെ 10 പൈസയും ചായ കുടിക്കാൻ കൂടി ഇല്ലാണ്ട് പോയിട്ട് പാട്ട് പാടി. അവരുടെ ഒന്നും കൂടുതൽ ഒരു റീൽസും നിങ്ങൾ കാണില്ല. പൊങ്കാല വരുമ്പോഴും അതാ പറഞ്ഞ പൊങ്കാല വരുമ്പോൾ അവരേ ഉള്ളൂ. അപ്പോൾ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതുമായിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തങ്ങളിലേക്ക് പോകാതെ ലീഗ് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ അതിശക്തമായിട്ട് ഇടപെടണം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ ധാരാളമുണ്ട്. പക്ഷേ ഇവർ പ്രധാനപ്പെട്ട വേദികളിലൊന്നും വരാതിരിക്കാൻ ഈ പറഞ്ഞ അക്കാദമികൾ, അതിൻ്റെ വേദികൾ, ഇപ്പോൾ ചലച്ചിത്ര അവാർഡുകൾ വരുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇപ്പം KN ഖാദർ സാറ് മാത്രമല്ല, എത്രയോ ഇപ്പോൾ മുനീർ സാഹിബ് ചിത്രം വരയ്ക്കുന്ന ആളല്ലേ, പാട്ട് പാടുന്ന ആളല്ലേ. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ സമുദായത്തിനും ലഭിക്കും. എല്ലായിടത്തും ഈ പറഞ്ഞ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അഭിമാനകരമായ അസ്തിത്വത്തിന് വലിയ തോതിലുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. അതിൽ നമ്മൾ വേണ്ടത്ര ഇടപെട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒളിച്ച് കടത്തലുകൾ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും സംഘപരിവാർ ഭരിച്ചാലും ഒളിച്ച് കടത്താൻ വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് സാംസ്കാരിക മേഖല. അതുകൊണ്ട് അവിടെ ശക്തമായിട്ട് ലീഗ് ഇടപെടാൻ കഴിയും, ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നിങ്ങളെപ്പോലത്തെ ഇത്തരം മേഖലയിലുള്ള ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറയുന്നൊരു സോപാന സംഗീതജ്ഞൻ, അദ്ദേഹം ഒരുപാട് കാലത്തെ അദ്ദേഹത്തിൻ്റെ മനനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എവർ ഐ ആം ജോയിനിങ് ഇൻ എ പൊളിറ്റിക്കൽ പാർട്ടി. കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിപ്ലവകരമായ തീരുമാനം കൂടിയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമാണ്. പുതിയ കാലത്ത് പ്രത്യേകിച്ചും.
അപ്പോൾ ഇതൊരു മെസ്സേജ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു മെസ്സേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാലത്ത് അപ്പോൾ കൂടുതൽ ഫോബിക്കായിട്ടുള്ളൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി CPM-ഉം അതുപോലെ തന്നെ BJP ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് എങ്ങനെയാണ് നമ്മളിതിനെ പ്രതിരോധിക്കേണ്ടത് എന്നാണ് വിചാരിക്കുന്നത്? അതായത് വെള്ളാപ്പള്ളി ആവട്ടെ, AK ബാലനാവട്ടെ, സജി ചെറിയാനാവട്ടെ, കുംഭമേളയിൽ വന്ന സന്യാസിമാരാവട്ടെ, ഒരു വിഭാഗത്തിനെ ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ശബ്ദിക്കേണ്ടിയിരുന്ന ആളുകൾ ഇടതുപക്ഷത്തിലെ സാംസ്കാരിക നായകരായിരുന്നു. അവർ ന്യൂനപക്ഷ സംരക്ഷകരായിട്ട് ചമഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിലുള്ള ആളുകളെ ഇത്രയധികം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു അഭിപ്രായം കൂടി ഉണ്ട്, ഇടതുപക്ഷത്തിലുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ എത്രയും വേഗം അവിടെ വിട്ടു പോന്നോളം, അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും എന്ന് കൂടി ഞാനതിൽ പറയുകയാണ്. വൻ ചതിയിലകപ്പെടും. അവർ വേറെ എവിടെയും ചേർന്നില്ലെങ്കിൽ പോലും എനിക്ക് പരാതിയില്ല. ലീഗിലേക്ക് വരണമെന്നോ BJP-യിലേക്ക് പോകണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ഈ ഇടതുപക്ഷത്തു നിന്ന് എത്രയും വേഗം വിട്ടു പോകുന്നിട്ട് വലിയ ചതികൾക്ക് വിധേയരാകും, വൻതോതിൽ ചതിക്കപ്പെടും. അവിടെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നതാണ് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് ഞാൻ പ്രതിരോധം സൃഷ്ടിക്കണം, മറ്റൊരു ഭാഗത്ത് സാംസ്കാരികമായ ഒളിച്ചുകടത്തലുകളെ കണ്ടെത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം സ്ഥാനങ്ങളിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ വിശ്വാസങ്ങളും നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ കീപ്പ് ചെയ്യുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതാണല്ലോ ലീഗ് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം. അതാണല്ലോ ലീഗ് മുന്നോട്ട് വയ്ക്കുന്നതാണ്. നിങ്ങൾ ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജപവും പ്രാർത്ഥനയും ഒന്നും മുടക്കരുത്. തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണോ അതുപോലെ ഇരിക്കുക എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അസ്തിത്വം അല്ല, അതാ പറഞ്ഞത്. അതിനുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ BJP-യിലോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സമുദായ അംഗങ്ങളെ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരണം, അല്ലെങ്കിൽ വൻതോതിൽ ചതിക്കപ്പെടും. എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പരമാവധി കലഹങ്ങളില്ലാതെ എല്ലാവർക്കും അവനവൻ്റെ രാഷ്ട്രീയ വിശ്വാസം മതവിശ്വാസം കൊണ്ട് നടക്കുകയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ വളരെ വികസിതമായ പുതിയ ടെക്നോളജി, പുതിയ ചിന്തകൾ, പുസ്തക വായന, അതുപോലെ അവതരണങ്ങളിലൂടെ മനുഷ്യനെ ഒരുമിപ്പിച്ചിരുത്താൻ കഴിയുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത്തരത്തിൽ അവിടെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജാതി ഏതാ, മതം ഏതാ, പാർട്ടി ഏതാന്ന് ചിന്തിക്കാത്ത രീതിയിൽ അതൊക്കെ മറന്നുകൊണ്ട് ആളുകൾക്ക് കൂടിയിരിക്കാൻ കഴിയുന്ന പണ്ടത്തെ ഇടങ്ങളായിരുന്നു വായനശാലകളും അതിൻ്റെ വാർഷികങ്ങളും. അതുപോലും ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ഹൈജാക്ക് ചെയ്തു. അപ്പോൾ അതൊന്നും അല്ലാത്ത ഇടങ്ങൾ സൃഷ്ടിക്കാൻ ലീഗിന് മാത്രമേ ഇനി കഴിയൂ. അവശേഷിക്കുന്ന അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ലീഗ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ചിലവരിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കുറേ കാലം ഇടതുപക്ഷക്കാരെ വേദിയിൽ പോയി, അങ്ങനെ ഒരു സംഗതി. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകണം. അതായത് മുസ്ലിം ലീഗുകാർക്കിടയിൽ പോലും അങ്ങനെ ഒരു സംശയമുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ എന്തെങ്കിലും ആഗ്രഹിച്ചു വരുന്നവരായിരിക്കും. അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. KN ഖാദർ സാഹിബിനോട് ചോദിച്ചാൽ അറിയാം, ഇലക്ഷൻ്റെ നോമിനേഷനും കഴിഞ്ഞ് സ്ക്രൂട്ടിനിയും കഴിഞ്ഞിട്ടേ ഞാൻ ചേരുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആകെ ശ്രദ്ധിച്ചത് എന്താണ്, ഞാനൊരു ഭാര്യമാരുടെ സ്ഥാപനത്തിൽ കുറച്ച് ദിവസം അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ചെന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ട് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളും ഒരു ഡൈനിങ് ടേബിൾ മാറ്റിയിടിച്ചു. ഉടമസ്ഥനാണ് മുസ്ലിങ്ങളെ ചികിത്സയ്ക്കും മറ്റും കൊണ്ടുവരുന്നുള്ള ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അവരുടെ സഹോദരിമാരും മറ്റുള്ള ആൾക്കാരും ഡൈനിങ് ടേബിൾ മാറ്റിയിടിച്ചു. അന്നാണ് ഞാൻ ആകെ കൂടി പ്രശ്നത്തിലായത്. പിന്നെ വേടനിട്ട് ആക്രമിക്കുക ദളിതരെ. അതുപോലെ ഈ പറഞ്ഞ കുംഭമേളയിൽ വന്നിട്ട് തോന്നിയ ദിവസം പറയാം മന്ത്രിമാർ, ഇതെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ ഇലക്ഷനാണെന്നൊന്നും നോക്കിയില്ല. അപ്പോൾ ഞാൻ സാഹിബിന് അങ്ങോട്ട് മെസ്സേജ് അയക്കിയത്, ഖാദർ സാറിന്, സാർ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, കാലങ്ങളായിട്ടുള്ളതാണ്, ഇതിൻ്റെ കാരണം ഞാനൊരു വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന കാരണത്തിലാണ് ഞാൻ വരുന്നത്. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു, പെട്ടെന്ന് വേണ്ട, ഇലക്ഷൻ്റെ നോമിനേഷനും മറ്റേ സ്ക്രൂട്ടിനിയും കഴിയട്ടെ. കാരണം സ്ഥാനമാനങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ മുമ്പാണല്ലോ വരേണ്ടത്. സുരേന്ദ്രൻ വിളിച്ചിട്ട് പോകാത്ത ആളാണ് ഞാൻ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു BJP-യുടെ MLA സ്ഥാനത്ത് ഇരിക്കുന്നതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ ഇവിടെ ലീഗിൻ്റെ അവിടെ വന്നിരുന്നിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ലീഗിൽ വന്നാൽ ഇതൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ലീഗ് അങ്ങനെ ആളുകൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് അസംതൃപ്തരായ ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന ആൾക്കാരോ പൈസ കൊടുക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന ആൾക്കാരൊന്നല്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ ഒരു പാർട്ടിയിലോ സംഘടനയിലോ ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനിലും മെമ്പറായിട്ടില്ല. എൻ്റെ ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സംഘടനയിലോ മെമ്പറായത് ഔദ്യോഗികമായിട്ട് ലീഗിലാണ്. ഏതെങ്കിലും കാരണത്താൽ എനിക്ക് സങ്കടങ്ങളോ അല്ലെങ്കിൽ അസംതൃപ്തിയോ ഉണ്ടാവുകയാണെങ്കിൽ ഞെരളത്ത് ഹരിവന്ദൻ ഒരു മഹാമൗനത്തിലേക്ക് പോകുമെന്നല്ലാതെ മറ്റ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഘടനയും ഞാൻ ഇന്ന് ഭാരതത്തിൽ തന്നെ കാണുന്നില്ല. ആ മഹാമൗനം എൻ്റെ മറ്റൊരു സമരം മാത്രമായിരിക്കും എന്നും കൂടി പറഞ്ഞ് ഇനിയുള്ള കാലം മുസ്ലിം ലീഗിൻ്റെ കൂടെ ഉണ്ടാവും. അല്ല, വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച്, നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ച്, ഈ തെരുവ് നായ്ക്കളെയും പക്ഷികൾക്കും ജീവൻകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച്, മനുഷ്യൻ്റെ വേദനകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ആശങ്കപ്പെടുന്നത്. മറ്റുള്ള സമുദായക്കാരെ അവരുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അല്ലല്ലോ എന്നെ ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. ലീഗ് എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, ആ ആശയം കുറേ കൂടി ആഴത്തിൽ ഉൾക്കൊള്ളാൻ എനിക്ക് അവസരം തരണം എല്ലാവരും എന്ന് മാത്രം അഭ്യർത്ഥിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പുതിയ കവിത ഞാൻ കണ്ടു. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ശക്തമാം കൈകൾ നീട്ടി നാം നൽകണം,
മനുജസാധ്യങ്ങളെന്നും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. പുതിയതായിട്ട് എഴുതിയതല്ലേ? അതെ, ഞാനൊരു 3 ദിവസം മുമ്പ് അത് ചൊല്ലിയിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് 4 പേരാണ്. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ശക്തമാം കൈകൾ നീട്ടി നാം നൽകണം. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ശക്തമാം കൈകൾ നീട്ടി നാം നൽകണം. മനുജസാധ്യങ്ങളെന്നും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. പലതു ചേർന്നതാണീ ഭൂമി കൂട്ടരെ, അതിലൊരുത്തരു മന്യരല്ലെന്നു നാം. പലതു ചേർന്നതാണീ ഭൂമി കൂട്ടരെ, അതിലൊരുത്തരു മന്യരല്ലെന്നു നാം. പതിവിലും ഉച്ചമാം ഭാഷയിൽ ചിരം മതിലുകളൊക്കെ നീക്കി മുന്നേറണം. പതിവിലും ഉച്ചമാം ഭാഷയിൽ ചിരം മതിലുകളൊക്കെ നീക്കി മുന്നേറണം. ഇതുവരെ പറഞ്ഞ ശബ്ദത്തിൽ പോരാ, കുറച്ചുകൂടി ഉച്ചത്തിൽ എനിക്കുണ്ടായ തിരിച്ചറിവും എനിക്കുണ്ടായിട്ടുള്ള വകതിരിവും ഒരുപാട് പേർക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവിത, എൻ്റെ പുതിയ കവിത സാഗർ ടോക്കിന് സമർപ്പിക്കുന്നു. എന്തായാലും ഇതിൻ്റെ പൂർണ്ണരൂപം തരാം പിന്നീട്. ഒരുപാട് സന്തോഷം. മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.